സലീജ്, ഷെബിൻ, സഞ്ജയ്. നിങ്ങൾ മൂന്നുപേരും നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. മാർക്സ് മൂന്നുപേർക്കും ഒരേപോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിൽ ആര് ഇന്നാവും ഔട്ടാവും എന്നുള്ളത് തീരുമാനിക്കുന്നത് ഓഡിയൻസ് ആണ്, വോട്ട്സ്. സഞ്ജയ് ഈ ഒരു പൊസിഷനിൽ വരേണ്ട ഒരു കണ്ടസ്റ്റന്റ് അല്ല. സഞ്ജയ് ഉഴപ്പിയോ? രണ്ട് പെർഫോമൻസ് നന്നായി വന്ന എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോ സഞ്ജയ് ഉഴപ്പിയോ? പിന്നീടുള്ള പെർഫോമൻസ് ഉഴപ്പണമെന്ന് വിചാരിച്ചിട്ട് ഉഴപ്പിയൊന്നുമല്ല, പക്ഷെ ഉഴപ്പി അല്ല വന്നു പോയതാ. ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ദിവസത്തിന്റെ ചിലപ്പോ അതായിരിക്കാം. പക്ഷെ സഞ്ജയ് എല്ലാത്തിലും എപ്പോഴും മാക്സിമം 100% കൊടുത്തിട്ടേ പെർഫോം ചെയ്തിട്ടുള്ളൂ എന്ന് ഉറപ്പാണോ? സഞ്ജയന്റെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല എന്ന് ഉറപ്പാണ്? അങ്ങനെയല്ല, ഐ മീൻ പാട്ടിന്റെ പ്രിപ്പറേഷനിൽ സംബന്ധിച്ച് സംസാരിക്കണം. 100% ഒന്നും പറയാൻ പറ്റില്ല. കുറച്ചും കൂടി വർക്ക് ചെയ്തെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആൾക്കാരുണ്ട് സഞ്ജയ് അല്ലേ? ബിക്കോസ് ഡെഫിനറ്റ്ലി സഞ്ജയ് ഈ ഒരു പൊസിഷനിൽ വരേണ്ട ഒരു കണ്ടസ്റ്റന്റ് അല്ല. സോ ഷെബിൻ, വാട്ട് അബൌട്ട് യു? ഷെബിന് നിങ്ങൾ മൂന്നുപേരും മിനിമം ഗ്യാരണ്ടി ഉള്ള പെർഫോമേഴ്സ് ആണ്. ജഡ്ജസ് എല്ലാവരും പറയുന്ന കാര്യമാണ്. നിങ്ങൾ ഇവിടെ എങ്ങനെ വന്നു എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ഷോക്ക് ആവാം. ഷെബിൻ, ഞാനിപ്പം എനിക്ക് കുഴപ്പം എന്ന് പറയാൻ പ്രാക്ടീസ് ഞാൻ ചെയ്യാറുണ്ട്, റെഗുലറായിട്ട് ചെയ്യാറുണ്ട്, മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. കാരണം ഒരിക്കലും ഇവിടെ പാടുന്ന ഓരോ പാട്ടും നമുക്ക് ഓരോ കണ്ടസ്റ്റൻസിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയാം. ഓരോ പാട്ടിലും നമ്മൾ മാർക്ക് എത്ര വാങ്ങുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ വോട്ട്സ് എങ്ങനെ വരുന്നു, അതൊന്നുമല്ല ഇമ്പോർട്ടൻ്റ്. പാടുന്നത് ആരുടെ മുമ്പിലാണെന്നുള്ളൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അത് നമ്മളെ സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്തല്ലേ മതിയാവും. അപ്പം എന്നാലും എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് മാർക്കിൽ ഹൈപ്പ് കമ്പയറിങ് ടു അതേഴ്സ് എനിക്ക് വളരെ കൂടുതലല്ല. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ സോങ് സെലക്ഷന് കുഴപ്പമുണ്ടോ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. പിന്നെ ചില പെർഫോമൻസസ് ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നല്ല സ്റ്റേജിൽ നടക്കുന്നത്. സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ചില സമയത്ത് വിചാരിക്കും ഈ പാട്ട് വൃത്തിയായിട്ട് ഒപ്പിച്ച് ശ്രുതിയൊക്കെ പിടിച്ച് പാടാൻ പറ്റണമെന്ന് വിചാരിക്കും. പക്ഷേ സ്റ്റേജിൽ ഓർക്കസ്ട്ര എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ ബഹളമായി ഓടി നടന്ന് ഒക്കെ പാടി നടുക്കെത്തുമ്പോഴത്തേക്കും അവസാനം ഒന്നും കിട്ടില്ല. പിന്നെ ചില പാട്ടുകൾ നമ്മൾ പിന്നെ അങ്ങനെ തന്നെ നിന്ന് പാടേണ്ട പാട്ടാണ്. അപ്പോൾ പിന്നെ കൺഫ്യൂഷനാണ്. ഈശ്വര, ഇത് ഇങ്ങനെ നിന്ന് പാടിയ കുഴപ്പമാവുമോ വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടക്കും, എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും. അത് ഷെബിൻ കഴിഞ്ഞ പ്രാവശ്യം ഷോ ഷോട്ട്സിലായിരുന്നില്ലേ? കഴിഞ്ഞ 2 വർഷം ആയിരുന്നു അല്ലേ? എന്താ ഷെബിൻ അറിയില്ല. ഇവിടെ ഡിസേർവിങ്, ഇവിടെ ഇപ്പം നിൽക്കാൻ ഡിസേർവിങ് ആണ്. കാരണം എല്ലാവരും എൻ്റെ കൂടെ ഇപ്പം പാടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും വളരെ അധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, എല്ലാ കണ്ടസ്റ്റൻസും. അപ്പോൾ അവരൊപ്പം അത്രയും നന്നായി പെർഫോം ചെയ്യാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അറിയാതെ അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് വിഷമമല്ല. പക്ഷെ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്തതിലുള്ള സങ്കടം, അത്രേ ഉള്ളൂ. സലീജ്, എൻ്റെ മലയാളം ഫാസ്റ്റ് റൗണ്ടാണ് പ്രശ്നം പറ്റിയതല്ലേ? ഏതാ കൈത്തുടിതാളാ പാടിയതല്ലേ? ആ റൗണ്ട് എന്താ പറ്റിയത് സലീജ്? പാടാൻ പറ്റിയില്ല. സലീജ് എന്താ വെച്ചാ സലീജ് കൂടുതൽ മാർക്സ് എപ്പോഴും വാങ്ങിക്കുന്ന പെർഫോമൻസ് ഓറിയന്റഡ് റൗണ്ട്സിനാണ് കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ ഒരു റൗണ്ട് നമ്മൾ എല്ലാവരും വളരെയധികം എക്സ്പെക്ട് ചെയ്തിരുന്നു സലീജിൽ നിന്നും. ബിക്കോസ് റിഹേഴ്സൽ ചെയ്ത സമയത്തും യു ആർ നോട്ട് ബാഡ്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ടേക്ക് വന്നപ്പോ പാടാൻ പറ്റിയില്ല. റിഹേഴ്സൽ സമയത്ത് സ്ട്രെയിൻ ചെയ്തുകൊണ്ടാണോ? എനിക്ക് അതുവരെ സംശയം. തലേദിവസം ഉറങ്ങിയിട്ടില്ല. അതപ്പോ ശ്രദ്ധിക്കണ്ടേ? എനിവേസ്, സഞ്ജയ്, what do you think? Do you deserve to be in or not? പറഞ്ഞ പോലെ തന്നെ പോവുകയാണെങ്കിൽ വിഷമമുണ്ട്. എന്നുവെച്ചാ ഫ്രണ്ട്സിനെ എല്ലാവരെയും മിസ് ചെയ്യും. പിന്നെ ഇവിടെ പാടാൻ പറ്റില്ല എന്നുള്ളൊരു ഇതുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഇതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക എന്ന് ഒരിക്കലും നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ എപ്പോഴാണെങ്കിലും പോകേണ്ടതാണ്. അപ്പോൾ അതെപ്പോഴാണെങ്കിലും അത് സ്വീകരിക്കാൻ തയ്യാറായിട്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. Okay, Shabin, what about you? എനിക്ക്
എനിക്ക് സത്യം പറയണേ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് പാടാൻ പറ്റിയതൊക്കെ എന്റെ ബോണസ് ആയിട്ട് തോന്നുള്ളൂ. കഴിഞ്ഞ പോലെ ഇതേ സമയത്ത് വെറുതെ കോളേജിന് അവിടെ ഇവിടെയൊക്കെ തെണ്ടി കണക്കായിരുന്നു. ഇപ്പം ഇവിടെ ചിത്രശീലം വായ നോക്കി നടക്കാറില്ല. അപ്പം ഇപ്പം ഈ വർഷം ഇപ്പം പഠിക്കുന്നുണ്ട്, എന്നാലും എൻ്റെ കൂടെ തന്നെ ഇത്രയും വലിയൊരു സ്റ്റേജിൽ. പിന്നെ പൊതുവേ ഞാൻ അങ്ങനെ പറയാറില്ല, കാരണം എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, വളരെ കുറച്ച് പേരേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. ഞാൻ വളരെ കുറച്ച് ഫ്രണ്ട്സ് എനിക്കുള്ളൂ പൊതുവെ. പക്ഷെ ഇവിടെ വന്നിട്ട് ഇവിടെ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറില്ല, എനിക്ക് ചിരി തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല. ഒരു സമയം പോലും ചിരിക്കാണ്ടിരിക്കാൻ സമ്മതിക്കില്ല. ഇതിവിടെ അങ്ങനത്തെ ഒരു കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ അവരെ ഒരിക്കലും അവരായിട്ട് അടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ കുട്ടികളാണ് ഇവിടെ ഉള്ളവരൊക്കെ. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാക്കി. അപ്പം എന്താ പറയാ, പോവാണെങ്കിൽ സങ്കടമുണ്ട്, പക്ഷെ ഞാൻ ഒരിക്കലും അത് വിഷമമായിട്ട് കാണില്ല. കാരണം എനിക്ക് കിട്ടിയ അത്രയും ഭാഗ്യമാണ്, അത് അത്രയും എൻ്റെ മനസ്സിലുണ്ടാവും. ഒരു വ്യത്യാസമില്ല. ഔട്ട് ഓഫ് ദി 3 of you ഒരാള് ഇന്ന് പോയേ പറ്റൂ. അറിയാം, 3 പേരും ഒരേ മാർക്സ് നേടിയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ്. അപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നത് ഓഡിയൻസ് ആണ്. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാണുന്നവരാണ് അതിൽ തീരുമാനം എടുത്തേക്കണേ. ആൻഡ് സഞ്ജയ്, നമ്മുടെ വ്യൂവേഴ്സ് have decided to vote you in. ഓ, സമാധാനായില്ലേ? ചെറുതായിട്ട് പേടിപ്പിച്ചു. പേടിച്ചോ? ശരിക്കും പേടിച്ചോ? അങ്ങനെ പറഞ്ഞപ്പോ ഒരു സംശയം വന്നു അല്ലേ? അപ്പൊ എന്താ പെട്ടെന്ന് ഡയലോഗ് ഓർമ്മ വന്നു, പറയേണ്ട ഡയലോഗ് ഔട്ടാകുമ്പോ പറയാൻ. കൊറേ ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കൊറേ ഡയലോഗൊക്കെ പഠിച്ചു നോക്കി കുറച്ച്, പക്ഷെ എല്ലാം ഇവിടെ ഒന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് ഓർത്തപ്പോ അതാണ് ഏതെന്താ ആദ്യം പറയണ്ടെന്ന് ആലോചിച്ച. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഹാപ്പിയാണ്. പക്ഷെ ഇങ്ങനെ നിന്നാ പോരാ സഞ്ജയ്. സഞ്ജയ് ഇവിടെ വരേണ്ട ഒരു കണ്ടസ്റ്റന്റേ അല്ല. ഉഴപ്പണുണ്ട് ചെറുതായിട്ട്. അതന്നെ കാര്യം. ചേച്ചി ഇപ്പൊ തുറന്ന് സമ്മതിച്ചില്ലേ? പാരന്റ്സ് കുറെ ചീത്ത പറഞ്ഞായിരുന്നു, എന്നുവെച്ചാ പ്രാക്ടീസ് കുറവാണെന്നുള്ളൊരു ഇതുണ്ട്. സഞ്ജയ്ക്ക് നല്ല കഴിവുണ്ട്. സഞ്ജയ് നല്ല സിംഗറും പെർഫോമറും കൂടെയാണ്. അന്ന് എനിക്കിപ്പോഴും നമുക്ക് മറ്റേ അന്നത്തെ ഏത് പാട്ടായിരുന്നു അന്ന് പാടിയത്? അതെ അതെ, പാൻ ബനാരഖ്വാല. അതൊന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല. അത്രമാത്രം ഞങ്ങളെ ഒരുപാട് ഞങ്ങൾക്ക് അത്ര സന്തോഷമായിരുന്നു അന്നത്തെ പെർഫോമൻസ് കണ്ടിട്ട്. അതുകൊണ്ട് സഞ്ജയ് ഒരിക്കലും ഉഴപ്പരുത്, ദയവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരൂ. ഇതുപോലൊരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കരുത്. സഞ്ജയ്ക്ക് അവർക്ക് 3 ഒരേ മാർക്കെന്ന് കേട്ടപ്പോൾ സത്യത്തിലൊരു ടെൻഷനായിപ്പോയി. അയ്യോ, ഇങ്ങനെ ഇത്ര കുറഞ്ഞു പോയി എന്നൊരു ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് തോന്നിയത്. ഒരിക്കലും ഇനി ആ ഒരു പൊസിഷനിൽ വരരുത്. ദയവായിട്ട് പ്രാക്ടീസ് ചെയ്യും നല്ലോണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ സഞ്ജയ്? ഇനി ഉഴപ്പില്ലല്ലോ? അടുത്ത പ്രാവശ്യം സഞ്ജയ് ഷോ ഷോട്ട്സിൽ വരാൻ പോവാണ് അല്ലേ? അതിന് മുമ്പത്തെ 2 ഇതിലും ഷോ ഷോട്ടിലായിരുന്നു. ഷോ ഷോട്ട്സ് ആയിരുന്നു. അപ്പൊ അതാ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്, തിരിച്ചങ്ങോട്ട് തന്നെ പോണം. ചിലപ്പോ നല്ലതിനായിരിക്കും എന്ന് പ്രതീക്ഷിക്കും. കാരണം വീട്ടിൽ ഇപ്പൊ അത് അറിഞ്ഞപ്പോ തന്നെ എല്ലാരും എന്നോട് പറഞ്ഞു, നമ്മളോട് ആത്മാർത്ഥമുള്ള ഉഷാന്റി, ഷിക്കയുടെ മമ്മി, പിന്നെ അമ്മ, വീട്ടിലെല്ലാവരും പറഞ്ഞു നിനക്ക് അങ്ങനെ തന്നെ വേണം. കാരണം ഔട്ടാണെങ്കിൽ ഔട്ടായിട്ട് കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ വന്നാൽ നന്നായി എന്ന് പറഞ്ഞു. കാരണം എന്നാലും കുറച്ച് സീരിയസ്നെസ് ഉണ്ടാവില്ല. കാരണം അടുത്ത പ്രാവശ്യം ചിലപ്പോ നമ്മൾ ചിലപ്പോ എപ്പോഴും താഴേക്ക് പോകുന്നതായിരിക്കും കുറച്ച് നല്ല ഇടയ്ക്ക് അപ്പോഴും നോക്കുന്ന അടുത്തതിന് പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുള്ളൂ. അപ്പൊ ഇടയ്ക്ക് ഓരോ അടി കിട്ടിയാലേ നന്നാവും അല്ലേ? ഇത് മാത്രല്ല സഞ്ജയ് വ്യൂവേഴ്സ് ഭയങ്കരമായിട്ട് സഞ്ജയിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് യു ഹാവ് ടു താങ്ക് ദം. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. സോ ഓൾ ദി ബെസ്റ്റ്. അടുത്ത എലിമിനേഷനിൽ ഷോ ഷോട്ട്സിൽ അല്ലേ? ശ്രദ്ധിക്കാം. ഓക്കെ, ഗുഡ്. കൺഗ്രാറ്റ്സ്.